സണ്ണി സ്വീകരണ മുറിയിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അവന്റെ ഉള്ളംകാലിൽ നിന്നൊരു വിറയൽ മുകളിലേക്ക് കയറി. സോഫയിൽ കണ്ണുകൾ തുറിച്ച് മരിച്ചു കിടക്കുന്ന റീത്താമ്മ, റോസിയുടെ പ്രിയപ്പെട്ട മമ്മി. വയറ്റിൽ തറഞ്ഞു നിൽക്കുന്ന കഠാര. കൊഴുത്ത രക്തം സോഫയിലും തറയിലും തളം കെട്ടിക്കിടക്കുന്നു. അയ്യോ! പരിഭ്രാന്തിയോടെ പുറത്തു ചാടിയ സണ്ണി കാലിന് കൂച്ചുവിലങ്ങിട്ട പോലെ തറഞ്ഞു നിന്നുപോയി. ഗേറ്റ് കടന്നു വരുന്ന കാർ. പോർച്ചിൽ നിന്ന കാറിൽ നിന്ന് കുര്യാച്ചനും റോസിയും ഇറങ്ങി. പിന്നെ ഒന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥ സണ്ണിക്കില്ലായിരുന്നു. അവനിറങ്ങി ശരവേഗത്തിൽ പാഞ്ഞുപോയി. അതുകൊണ്ട് റോസി പരിഭ്രമിച്ചു. കുര്യാച്ചൻ അർത്ഥഗർഭമായി റോസിയെ നോക്കി. അവൾ തല കുനിച്ചു. ഇരുവരും അകത്തേക്ക് കയറി. അകത്തു നിന്നും ഒരു നിലവിളി ഉയർന്നു. അപ്പോഴും സണ്ണിയുടെ ചെരുപ്പുകൾ സിറ്റൗട്ടിന് മുമ്പിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ റോസ്മേരി സണ്ണിയെ ചതിക്കാനായിരുന്നു ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞത്? കഥ കേട്ടുകൊണ്ടിരുന്ന അരവിന്ദൻ ചോദിച്ചു. ആ സംഭവത്തിന് ശേഷം ഞാനും അങ്ങനെ സംശയിച്ചിരുന്നു. എന്നാൽ റോസി എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരുന്നുവെന്ന് ഇന്ന് അവൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവൾ എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നുണ്ടെന്ന വിവരം പറയാൻ. അപ്പോൾ റോസ്മേരി വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ പോയി? അരവിന്ദൻ സംശയം പ്രകടിപ്പിച്ചു. ഓർക്കാപ്പുറത്താണ് റീത്താമ്മയ്ക്ക് തലവേദന വന്നത്. അതുകൊണ്ട് കല്യാണത്തിന് അവർ പോയില്ല. പകരം റോസിയെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. എന്നെ വിവരം ധരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല. അപ്പോൾ റോസിയും കുര്യച്ചനും പോയതിനു ശേഷം സണ്ണി ബംഗ്ലാവിൽ ചെല്ലുന്നതിന് മുമ്പ് അവിടെ വന്ന ആരെങ്കിലും ആയിരിക്കും കൊല നടത്തിയത്. അത് ആരായിരുന്നുവെന്ന് സണ്ണിക്ക് വല്ല ഊഹവും ഉണ്ടായിരുന്നോ? ഇല്ല സർ. സംശയിക്കാനാണെങ്കിൽ എല്ലാവരെയും സംശയിക്കാം. വേലക്കാരിയും താനും മാത്രമേ കാണുകയുള്ളൂവെന്ന് റോസി പറഞ്ഞിരുന്നില്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ആ വേലക്കാരി സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകണമല്ലോ. അവളെ പോലീസ് ചോദ്യം ചെയ്തില്ലേ? ഇല്ല, ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഞാൻ പറഞ്ഞല്ലോ സർ, എല്ലാവർക്കും എൻ്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാനായിരുന്നു താല്പര്യം, പ്രത്യേകിച്ച് കുര്യാച്ചനും മകനും. അവർക്ക് അങ്ങനെ ചെയ്താൽ രണ്ട് ഗുണങ്ങളുണ്ട്. റോസിയുടെ പിന്നാലെയുള്ള എൻ്റെ ശല്യം ഉണ്ടാകില്ല. റോസി സ്വമനസാലെ കുര്യാച്ചൻ നിശ്ചയിച്ച വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യും. സ്വന്തം മമ്മിയുടെ കൊലാളിയെ ഒരിക്കലും അവൾ വിവാഹം കഴിക്കില്ലല്ലോ. കുര്യാച്ചൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു കാര്യങ്ങൾ. യഥാർത്ഥ പ്രതി ഇന്നും സ്വതന്ത്രനായി സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്നു. അന്നത്തെ വേലക്കാരിയുടെ പേര് സണ്ണി ഓർക്കുന്നുണ്ടോ? സീതമ്മയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ശരിക്കുള്ള വിവരം അറിയണമെങ്കിൽ റോസിയോട് തന്നെ ചോദിക്കണം. റോസി സണ്ണിയുടെ കൂടെ നിൽക്കുമോ? 100%. ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ എന്നെ പോലെ തന്നെ റോസിയും എന്തു ത്യാഗം വേണമെങ്കിലും ചെയ്യും. എനിക്കത് നല്ല ഉറപ്പാ. എങ്കിൽ അന്നുണ്ടായിരുന്ന ആ വേലക്കാരിയെ നമ്മൾ കണ്ടെത്തണം. അവൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാതെ വരില്ല. ശരിയാണ് സർ, എനിക്കും അങ്ങനെ തോന്നുന്നു. മനസ്സിൽ പുതിയൊരു പ്രകാശം ഉണ്ടായതുപോലെ സണ്ണി പറഞ്ഞു. ആട്ടെ, തെളിവുകളെല്ലാം സണ്ണിക്ക് എതിരാണെന്ന് പറഞ്ഞല്ലോ. റോസി സണ്ണിയെ കാണാൻ ജയിലിൽ വന്നില്ലേ? വന്നു. സണ്ണി ആ സംഭവം ഒരിക്കൽ കൂടി മനസ്സിൽ കണ്ടു. സബ് ജയിലിന് മുമ്പിൽ ഒരു ടാക്സി കാർ വന്നു നിന്നു. അതിൽ നിന്നും റോസ്മേരി ഇറങ്ങി. അവൾ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അനുമതി വാങ്ങി അകത്തു കയറി. തന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പുല്ലത്തറ അച്ഛനായിരിക്കുമെന്നാണ് സണ്ണി കരുതിയത്. എന്നാൽ സന്ദർശകരെ സ്വീകരിക്കുന്ന കമ്പികവലകൾക്കപ്പുറം റോസ്മേരിയെ കണ്ടതും സണ്ണിയുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. സണ്ണി അവൾക്ക് മുമ്പിൽ കമ്പിവലകൾക്കരികിൽ വന്നു നിന്നു. പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു റോസി. റോസി, സണ്ണി പതിയെ വിളിച്ചു. അവൾ കത്തുന്ന മിഴികളോടെ സണ്ണിയെ നോക്കി. അവൻ അമ്പരന്ന് പോയി. റോസി, ഞാൻ... അവൻ്റെ മുഖത്ത് ദൈന്യത നിറഞ്ഞിരുന്നു. അവൾ കൈകൊണ്ട് വിലക്കി. എൻ്റെ മമ്മി നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ ഡാഡിയും സഹോദരനും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മമ്മിയെ ശിക്ഷിക്കണമായിരുന്നോ? അവളുടെ ആദ്യത്തെ അമ്പ്. സണ്ണി ഞെട്ടിപ്പോയി. റോസി, ഞാൻ പറയുന്നത് നീയൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളെ എൻ്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചു. എൻ്റെ മനസ്സും ശരീരവും നിങ്ങൾക്ക് ഞാൻ തന്നു. അതുമാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. റോസി, ഞാനല്ല നിന്റെ മമ്മിയെ കൊന്നത്. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ഒരു ഭ്രാന്തനെ പോലെ സണ്ണി പുലമ്പി. ഒരക്ഷരം മിണ്ടരുത്. നിങ്ങൾക്ക് കഴിവരം വാങ്ങിച്ചു തരാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. ഒരു കൊടുങ്കാറ്റ് പോലെ റോസി വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. കാറിലിരിക്കുമ്പോഴും റോസിക്ക് ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. സണ്ണിച്ചൻ നിരപരാധിയാണോ? എങ്കിൽ പിന്നെ തൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടത് കള്ളത്തരമാകുമോ?
മറ്റാരാണ് മമ്മിയെ കൊന്നത്? സണ്ണിച്ചൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരിക്കുമോ? അവളുടെ ചിന്തകൾ സമാന്തരങ്ങളായി നീണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് കുര്യാച്ചന് ശേഖരൻ തമ്പിയുടെ ഫോൺ വന്നു. എന്ത്? അവൻ സമ്മതിച്ചോ? ഗുഡ്. മോളെ ഇങ്ങ് വന്നേ. റിസീവർ കയ്യിൽ പിടിച്ചുകൊണ്ട് കുര്യാച്ചൻ റോസിയെ നോക്കി. നിന്റെ സണ്ണിച്ചൻ കുറ്റം സമ്മതിച്ചെന്ന് ശേഖരനെ വിളിച്ചത്. അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റോസി തിരിഞ്ഞോടി. നെല്ലിപ്പൊയിലാകെ വാർത്ത പരന്നു. ചെത്തിമറ്റ സണ്ണിയാണ് മേടയിലെ റീത്താമ്മയെ കൊന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു. അവൻ്റെ തന്തയെ കൊന്ന് കെട്ടിത്തൂക്കിയതിൻ്റെ പ്രതികാരമായിരിക്കും, നാട്ടുകാരിൽ ചിലർ പരസ്പരം പറഞ്ഞു. പക്ഷേ സണ്ണി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. ഫാദർ സേവ്യർ പുതിലന്തറയും ജാൻസിയും വറീതേട്ടനും ആഞ്ചലയും. ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല. പിന്നെ 3-ാം മുറ തുടങ്ങിയപ്പോൾ എല്ലാം മണിമണി പോലെ ഛർദ്ദിച്ചു. വിസ്കി കുപ്പി ഗ്ലാസ്സിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ശേഖരൻ തമ്പി പറഞ്ഞു, താൻ പണ്ടേ മിടുക്കനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? താൻ ചോദ്യം ചെയ്താൽ ചുട്ട കോഴി കൂടി ഞെട്ടിപ്പറക്കും. തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലോടോ ശേഖര. തൻ്റെ മുമ്പിലിരിക്കുന്ന മദ്യ ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് കുര്യാച്ചൻ പറഞ്ഞു. ഇനി അവൻ പുറത്തു വരരുത്. അവന് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ തറവാട് വേണമെങ്കിലും ഞാൻ വിൽക്കും. കുര്യാച്ചൻ അണപ്പല്ലി ഞെരിച്ചു. കുര്യച്ച, താൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഊരിപ്പോരാതിരിക്കാനുള്ള പണികളൊക്കെ ഞാൻ ചെയ്തോളാം. താൻ നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് ഒഴിക്കടോ. കാലിയായ ഗ്ലാസ്സിലേക്ക് കുര്യാച്ചൻ വീണ്ടും വിസ്കി പകർന്നു. റോസിമോള് എന്ത് പറയുന്നു? എന്തു പറയാൻ? കാമുകന്റെ യഥാർത്ഥ മുഖം മനസ്സിലായി. ഇനി ആൽബർട്ടിനെ കെട്ടാൻ പൂർണ്ണ സമ്മതം. അത് നന്നായി. അവനാണെങ്കിൽ ഇന്നലെ കൂടി റോസിമോളുടെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. രാത്രി ഒരുപാട് വൈകിയ ശേഷമാണ് ശേഖരൻ തമ്പി മേടയിൽ ബംഗ്ലാവിൽ നിന്നും മടങ്ങിപ്പോയത്. അതിനുശേഷം റോസി ഒരിക്കൽ പോലും സണ്ണിയെ കാണാൻ വന്നില്ലേ? അരവിന്ദൻ ചോദിച്ചു. ഇല്ല. തെളിവെടുപ്പിന്റെ ഭാഗമായി മേടയിൽ ബംഗ്ലാവിൽ പോലീസ് എന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷേ റോസി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ കോടതിയിൽ സാക്ഷി പറയാനും റോസി വന്നില്ലേ? ഇല്ല. റോസിയെ മനഃപൂർവ്വം കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കല്യാണം നിശ്ചയിച്ച പെണ്ണായിരുന്നല്ലോ അവൾ. കോടതി വിധി വന്നതോടെ ഞാൻ ആകെ തളർന്നുപോയി. ജാൻസിമോളും രോഗിയായ അമ്മച്ചിയും, അവരെ ഓർത്തായിരുന്നു എൻ്റെ സങ്കടം മുഴുവൻ. അപ്പീലിന് പോയില്ലേ? പുല്ലന്തറ അച്ഛൻ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അതിന് പണം വേണ്ടേ സാറേ? ആര് തരാൻ? ഉണ്ടായിരുന്ന ഒരു ചില്ലി പോലും ചെലവായി. ഇത് എൻ്റെ വിധിയാണെന്ന് ഞാൻ സമാധാനിച്ചു. വരുന്നതൊക്കെ അനുഭവിക്കാൻ ഞാൻ മനസ്സിനെ സജ്ജമാക്കിയിരുന്നു. സണ്ണി ഒന്ന് നിർത്തി വിദൂരതയിലേക്ക് ദൃഷ്ടി വായിച്ചു. സണ്ണി, നാളെ തന്നെ റോസ്മേരിയെ ഫോൺ ചെയ്ത് ആ വേലക്കാരിയെക്കുറിച്ചുള്ള എല്ലാ വിവരവും ശേഖരിക്കണം. ഇനി നമുക്കും ഒരു കളി കളിക്കാം, എന്താ? അരവിന്ദൻ എണീറ്റുകൊണ്ട് ചോദിച്ചു. എന്തിനാണെങ്കിലും ഞാൻ തയ്യാറാ സാറേ. സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാ, സണ്ണി പറഞ്ഞു. നേരം പുലരാറായെന്ന് തോന്നുന്നു. പുറത്ത് കോടമഞ്ഞും പെയ്യുന്നുണ്ട്. മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് അരവിന്ദൻ പറഞ്ഞു. സണ്ണി കിടന്നു, നാളെ കാണാം. ഗുഡ് നൈറ്റ്. അരവിന്ദൻ പുറത്തിറങ്ങി ബൈക്കിന് മുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞുവെള്ളം തുടച്ചു കളഞ്ഞിട്ട് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. രാത്രിയുടെ മാറിൽ വെളിച്ചത്തിൻ്റെ ഒരു തുരങ്കം ഉണ്ടാക്കിക്കൊണ്ട് ബൈക്ക് പാഞ്ഞുപോയി. സത്യം തെളിയാനും യഥാർത്ഥ കൊലയാളിയെ തനിക്ക് കാണിച്ചു തരാനും വേണ്ടിയാണ് സണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത്. പള്ളി കഴിഞ്ഞ് സണ്ണി മനോജിൻ്റെ ബൂത്തിൽ കയറി റോസിയുടെ വീട്ടിലേക്ക് വിളിച്ചു. ഹലോ. റോസിയുടെ ശബ്ദം സണ്ണി തിരിച്ചറിഞ്ഞു. റോസി, ഇത് ഞാൻ സണ്ണിച്ചൻ. സണ്ണിച്ചനോ? എന്താ സണ്ണിച്ച? അവളുടെ സ്വരത്തിലെ ഉത്കണ്ഠയും അത്ഭുതവും സണ്ണിക്ക് മനസ്സിലായി. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു റോസി. നിന്റെ മമ്മി മരിച്ചെന്ന് വീട്ടിലുണ്ടായിരുന്ന ആ വേലക്കാരി ഇപ്പോൾ എവിടെയുണ്ട്? സണ്ണിച്ച, ആൽബർട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല, കുളിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് വിളിക്കാമോ? വിളിക്കാം. ഞാൻ എന്നു മുതൽ പറയുന്നതാ മനുഷ്യ നിങ്ങളോട്, മുതലാളിമാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കരുതെന്ന്. ഇപ്പോൾ കിടപ്പിലായപ്പോൾ കണ്ടോ നിങ്ങളുടെ മുതലാളിയുടെ നിറം മാറിയത്? നിനക്ക് തോന്നുന്ന അടി കത്രീനെ. ഞാൻ ഇവിടുന്ന് എണീക്കട്ടെ. ചെത്തിമറ്റ സണ്ണിയുടെ ശവമടക്കും 16 അടിയന്തരവും ഒന്നിച്ച് നടത്തും. നിങ്ങൾ ഞൊട്ടും. കത്രീന ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാത്രി കത്രീന ബംഗ്ലാവിലേക്ക് പോയി. ആശുപത്രിയിൽ കുഞ്ഞച്ചൻ തനിച്ചായി. അവൻ കിടന്ന് നല്ല മയക്കത്തിലായിരുന്നു. ആരോ അടുത്തു വന്നു നിൽക്കുന്നതും തൊട്ടു വിളിക്കുന്നതും കേട്ട് കുഞ്ഞച്ചൻ മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. മുറിക്കുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ തൻ്റെ കട്ടിലിന് സമീപം നിൽക്കുന്നയാളെ കണ്ട് കുഞ്ഞച്ചൻ അറിയാതെ നിലവിളിച്ചു.
ഈട്ടിപ്പാറ കുഞ്ഞച്ചൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിഞ്ഞു. തൻ്റെ കാലിന് വടിവാളുകൊണ്ട് വെട്ടിയ താടിക്കാരൻ. കുഞ്ഞച്ചൻ കട്ടിലിൽ നിന്നും ചാടി എണീക്കാൻ ഒരു ശ്രമം നടത്തിയതും താടിക്കാരൻ തടഞ്ഞു. വേണ്ട, വയ്യാത്ത കാലുകൊണ്ട് എണീറ്റ് ബഹുമാനമൊന്നും കാണിക്കേണ്ട. അയാൾ കുഞ്ഞച്ചനെ കട്ടിലേക്ക് ബലമായി പിടിച്ചു തള്ളി. നിന്നെ കൊല്ലണമെന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല. ഇതൊരു സൂചനയാണെന്ന് കരുതിയാൽ മതി. പക്ഷേ ഇനിയും മേടയിൽ കുര്യച്ചൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി തന്തയ്ക്ക് പിറക്കാത്ത പണി കാണിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ വാൾ ഒരിക്കൽ കൂടി ചോര കുടിക്കും. അന്ന് നിന്റെ കാലായിരിക്കില്ല, തല തന്നെ ഞാൻ ഇങ്ങെടുക്കും. എനിക്ക് വേണ്ടത് നിന്റെ മുതലാളിമാരെയാണ്. അവരോട് പറഞ്ഞേക്ക് ഞാൻ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന്. പെട്ടെന്നാണ് ഒരു നേഴ്സ് ഇഞ്ചക്ഷനുള്ള മരുന്നുമായി മുറിയിലേക്ക് കടന്നു വന്നത്. വരട്ടെ സുഹൃത്തെ. താടിക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ശബ്ദിക്കാൻ മറന്നതുപോലെ ധരിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞച്ചൻ. കാലനക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കിടന്നോണ്ട് ഗുസ്തി കാണിക്കാം? നേഴ്സ് ദേഷ്യപ്പെട്ടു. അത്താഴം കഴിച്ചു കഴിഞ്ഞ് കുര്യച്ചൻ സ്വീകരണ മുറിയിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. അയാളുടെ തലയ്ക്കുള്ളിൽ ഒരു സംഘട്ടനം നടക്കുകയായിരുന്നു. കുഞ്ഞച്ചൻ പറഞ്ഞ അജ്ഞാതനായ താടിക്കാരൻ ആരായിരിക്കും? ഒരുപക്ഷെ സണ്ണി ഇറക്കിയ വാടകക്കൊലയാളി ആയിരിക്കുമോ? കുര്യച്ചൻ ഒന്ന് രണ്ട് ചാൽ നടന്നിട്ട് ജോയിക്കുട്ടിയെ വിളിച്ചു. TV കണ്ടുകൊണ്ടിരിക്കുന്ന ജോയിക്കുട്ടി എണീറ്റു വന്നു. എന്താ ഡാഡി? അവൻ കുര്യച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. ഡാഡിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണിരിക്കുന്നത് അവൻ കണ്ടു. ഡാഡി എന്തോ ഗഹനമായ ആലോചനയാണെന്ന് അവന് തോന്നി. ഡാഡി? കുര്യച്ചൻ ചിന്തയിൽ നിന്നുണർന്നു. എന്താ ഡാഡി കാര്യം? എടാ, ഇന്ന് കുഞ്ഞച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവനെ വെട്ടിയത് ഒരു താടിക്കാരനാണെന്ന്. നീ അവനെക്കുറിച്ച് വല്ലതും അന്വേഷിച്ചോ? എൻ്റെ ഡാഡി, അവൻ മൂക്കറ്റം കുടിച്ചേച്ച് തല്ലാൻ പോയപ്പോൾ രാത്രി എവിടെയെങ്കിലും ഉരുണ്ട് വീണ് കാണും. നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു നമ്പർ ഇറക്കിയതാ. അല്ലാതെ സണ്ണി ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ രഹസ്യമായി അന്വേഷിച്ചതാ. അവനെ അതിനൊന്നും കൊള്ളില്ല. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. സണ്ണിയുടെ ഉള്ളിലും എന്തോ ചില കണക്കുകൂട്ടലും ഉണ്ട്. മണ്ണാങ്കട്ട, ഡാഡിക്ക് തോന്നുന്നതാ. പോയി കിടക്കാൻ നോക്ക്. മുറ്റത്ത് എന്തോ വീണുടയുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. ജോയിക്കുട്ടി പെട്ടെന്ന് ജാഗരൂകനായി. ജനാലയ്ക്ക് പുറത്ത് ഒരു നിഴൽ ചലിക്കുന്നത് അവൻ കണ്ടു. ജോയിക്കുട്ടി വേഗം ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഇരട്ടക്കുഴൽ തോക്കെടുത്തുകൊണ്ട് വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. മുറ്റത്തെ ലൈറ്റിട്ടുകൊണ്ട് ചുറ്റുപാടും നോക്കി. അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അൽസേഷ്യന്മാരെ ഇട്ട കൂട്ടിലേക്ക് നോക്കിയ ജോയിക്കുട്ടി ഞെട്ടിപ്പോയി. പട്ടികൾ രണ്ടും നല്ല മയക്കത്തിലാണ്. ടാർസൻ, ലോദർ! ജോയിക്കുട്ടി ഉറക്കെ പട്ടികളെ കൈഞ്ഞൊടിച്ചുകൊണ്ട് വിളിച്ചു. പക്ഷേ അവറ്റകൾ അനങ്ങിയില്ല. ജോയിക്കുട്ടിക്ക് ഉള്ളിൽ ആപത്ശങ്ക തോന്നി. അവൻ വേഗം വാതിൽ ചാരി അകത്ത് കയറി കുര്യച്ചനെ വിളിച്ചെണീപ്പിച്ചു. കയ്യിൽ തോക്കും പിടിച്ച് ജോയിക്കുട്ടി നിൽക്കുന്നത് കണ്ട് കുര്യച്ചൻ അമ്പരപ്പോടെ ചോദിച്ചു, എന്തിനാടാ തോക്ക്? ഡാഡി, മുറ്റത്തുകൂടി ആരോ നടക്കുന്നത് കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. മാത്രമല്ല നമ്മുടെ പട്ടികളെ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. കുര്യച്ചൻ ടോർച്ചുമായി എണീറ്റ് വന്നു. ബംഗ്ലാവിന് ചുറ്റുമുള്ള പുറത്തെ ലൈറ്റുകളെല്ലാം ഇട്ട ശേഷം മുറ്റത്തിറങ്ങി. നീ വാടാ, നമുക്ക് നോക്കാം. കുര്യച്ചൻ പട്ടിക്കൂടിന് സമീപം ചെന്ന് അകത്തേക്ക് ടോർച്ചടിച്ചു നോക്കി. എൻ്റെ കർത്താവേ! കുര്യച്ചൻ നിലവിളിച്ചു പോയി. വായിലൂടെയും മൂക്കിലൂടെയും ചോര വന്ന് ചത്തുകിടക്കുന്ന കുര്യച്ചൻ്റെ പ്രിയപ്പെട്ട അൽസേഷ്യൻ നായ്ക്കൾ. അതുകണ്ട് ജോയിക്കുട്ടിക്കും അമ്പരപ്പടക്കാനായില്ല. ഡാഡി മക്കളേക്കാൾ ഓമനിച്ച് വളർത്തിയ നായ്ക്കളാണ് ചത്തുകിടക്കുന്നത്. ഡാഡി, അവൻ ഈ വളപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല. ജോയിക്കുട്ടി തോക്കുമായി വീടിന് പിന്നിലേക്ക് ഓടി. 3-4 മിനിറ്റിന് ശേഷം അവൻ വീടിന് വലത്ത് വെച്ച് ഓടി വന്നു. ഇവിടെ ഒന്നും ആരുമില്ല ഡാഡി. കുര്യച്ചൻ അപ്പോഴും പട്ടിക്കൂടിന് സമീപം നിൽക്കുകയായിരുന്നു. ഇറച്ചിയിൽ വിഷം ചേർത്താണ് പട്ടികൾക്ക് കൊടുത്തതെന്ന് കുര്യച്ചന് മനസ്സിലായി. പട്ടികൾ ബാക്കി വെച്ച ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ കൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും ഡാഡി? ഈ രാത്രിയിൽ എന്ത് ചെയ്യാനാ? നേരം വെളുക്കട്ടെ. ഞാൻ കണ്ടെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും അവൻ രക്ഷപ്പെട്ടത്, ജോയിക്കുട്ടി പറഞ്ഞു. എൻ്റെ സംശയം മറ്റൊന്നാ. കുഞ്ഞച്ചൻ പറഞ്ഞ താടിക്കാരനായിരിക്കുമോടാ അവൻ? ജോയിക്കുട്ടി അറിയാതൊന്ന് ഞെട്ടി. വാതിൽ തുറന്ന് ആരോ അകത്ത് കയറി. ജോയിക്കുട്ടി ആയിരിക്കുമെന്ന് കരുതി നിമ്മി തലയുയർത്തുകയോ നോക്കുകയോ ചെയ്തില്ല. മുറിയിൽ ഉയർന്ന പാദപതന ശബ്ദം ബെഡിനരികിൽ നിലച്ചു. തൻ്റെ കഴുത്തിൽ ലോഹത്തിൻ്റെ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ നിമ്മി തല ഉയർത്തി നോക്കി. അടുത്ത നിമിഷം അവൾ ഞെട്ടിപ്പോയി. താടിക്കാരനായ ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിലിരിക്കുന്ന വടിവാളിൻ്റെ അഗ്രം തൻ്റെ കഴുത്തിൽ മുട്ടിയിരിക്കുന്നു. ശബ്ദിച്ചു പോകരുത്, അയാൾ മുരണ്ടു.
രക്തം തണുത്തുറയുന്നത് പോലെ നിമ്മിക്ക് തോന്നി. രാവിലെ സണ്ണി തിണ്ണയിലേക്ക് ഇറങ്ങിയതും അരവിന്ദൻ സാറിൻ്റെ ബൈക്ക് മുറ്റത്ത് വന്നു നിന്നു. സണ്ണി, നീ എങ്ങോട്ടാ? സാറേ, ഞാൻ റോസിയെ കാണാൻ പോകാൻ ഇറങ്ങിയതാ. ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാ. സണ്ണി, നീ ഒരു വിവരം പറഞ്ഞോ? എന്താ സാറേ? മേടയിൽ ബംഗ്ലാവിൽ ഇന്നലെ രാത്രി കള്ളം കയറി. ജോയ്ക്കുട്ടിയുടെ ഭാര്യ നിമ്മിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ആഭരണങ്ങളും പണവും അടിച്ചു മാറ്റി. അൽസേഷ്യൻ നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്നു. ആരാണെന്ന് വല്ല ഊഹവും? ഒരു താടിക്കാരനാണെന്നാ നിമ്മി പറഞ്ഞത്. കയ്യിൽ വടിവാളുണ്ടായിരുന്നു. അവൾ നിലവിളിച്ചപ്പോൾ അയാൾ രക്ഷപ്പെട്ടു. മാത്രമല്ല, ആശുപത്രിയിൽ ചെന്ന് കുഞ്ഞച്ചനെയും അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. അവർ ബൈക്കിൽ കയറിയതും ഒരു മാരുതി കാർ താഴെ റോഡിൽ വന്നു നിന്നു. ആകാംക്ഷയോടെ സണ്ണിയും അരവിന്ദനും അങ്ങോട്ട് നോക്കി. കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയ ആളെ കണ്ട് സണ്ണി പകച്ചുപോയി. റോസി, അവൻ്റെ അതരം മന്ത്രിച്ചു. അരവിന്ദന് പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലായി. എങ്കിലും സംശയം തീർക്കാൻ സണ്ണിയോട് ചോദിച്ചു, റോസ്മേരി അല്ലേ? അവനൊന്ന് മൂളി. എല്ലാവരെയും നോക്കിയിട്ട് റോസി വീട്ടുമുറ്റത്തേക്ക് കയറി വന്നു. സണ്ണി ബൈക്കിൽ നിന്നിറങ്ങി. എനിക്ക് അങ്ങോട്ട് കയറി വരാമോ? റോസി ചോദിച്ചു. പിന്നെന്താ മോളെ, കയറി വാ. ഡെയ്സി ചെന്ന് അവളുടെ കരം കവർന്നു. തിണ്ണയിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ ആദ്യമായും അവസാനമായും വന്ന രംഗം ഓർത്തു. റോസി, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു, സണ്ണി പറഞ്ഞു. ഇന്നലെ ഞാൻ 3-4 തവണ ഫോൺ വിളിച്ചിരുന്നു. സണ്ണിച്ച, ആൽബർട്ട് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്. സണ്ണിച്ച വീട്ടിൽ വന്നത് മുതൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയമാണ്. ഇങ്ങോട്ട് വന്നത് ആൽബർട്ട് അറിഞ്ഞില്ലേ? ഇല്ല, രാവിലെ താമരശ്ശേരിക്ക് പോയതാ. ഇതാരാ? റോസി ചോദിച്ചു. ഓ സോറി, പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് അരവിന്ദൻ സാറ്. പുലിക്കയം പാലത്തിൻ്റെ പണി കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് സാറാ. ഞാൻ രാവിലെ ജോയിക്കുട്ടിയെ കണ്ടിരുന്നു. താമരശ്ശേരിക്ക് പോയിട്ടുണ്ട്, അരവിന്ദൻ പറഞ്ഞു. സണ്ണിച്ച, എനിക്ക് വേഗം പോകണം. റോസി ധൃതി കൂട്ടി. ഞാൻ ചായ എടുക്കാം. ഡേസി അകത്തേക്ക് പോയി. റോസി, മോൾ എന്തെടുക്കുന്നു? അവൾ സ്കൂളിൽ പോയിരിക്കുക സണ്ണിച്ച. ക്ലാസ്സിൽ എല്ലാത്തിനും 1-ാം സ്ഥാനമാ നമ്മുടെ മോക്ക്. അത് പറഞ്ഞപ്പോൾ റോസിയുടെ കണ്ണു നിറഞ്ഞത് സണ്ണി കണ്ടു. അത് കാണാത്ത മട്ടിൽ മാറി നിന്ന് അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. സണ്ണിച്ചിന് എന്താണ് അറിയാനുണ്ടെന്ന് പറഞ്ഞത്? റോസിയുടെ മമ്മി മരിച്ചെന്ന് വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി ആരാണ്? സീതമ്മ. അവളിപ്പോൾ എവിടെയുണ്ട്? കൃത്യമായി എനിക്ക് അറിയില്ല സണ്ണിച്ച. മമ്മി മരിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സീതമ്മ ജെസി ആൻറ്റിയുടെ വീട്ടിലേക്ക് മാറി. പിന്നെ അവളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ജെസി ആൻറ്റി എന്ന് പറഞ്ഞത്? അരവിന്ദൻ സംശയത്തോടെ സണ്ണിയെ നോക്കി. കുരിയച്ചൻ്റെ ഇളയ പെങ്ങൾ. ഓ, അവരുടെ മകളുടെ കല്യാണത്തിൻ്റെ അന്നാണല്ലോ റീത്തമ്മ മരിച്ചത്. സണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അരവിന്ദൻ ചോദിച്ചു. അതെ. അപ്പോൾ സണ്ണി, നമ്മൾ ആദ്യം ജെസി ആൻറ്റിയെ കാണണം. സീതമ്മ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ കാര്യങ്ങൾ എളുപ്പമായി. റോസി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? സണ്ണി റോസിയുടെ മമ്മിയെ കൊന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല സാറേ. അന്ന് എനിക്കൊരു തെറ്റ് പറ്റി, ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റ്. അതോർത്ത് സങ്കടപ്പെടാത്ത ഒറ്റ ദിവസം പോലുമില്ല. അതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങൾ. പക്ഷെ റോസി, സീതമ്മയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൊലയാളി ആരാണെന്ന് ഞങ്ങൾ തെളിയിക്കും. തൽക്കാലം ഈ കാര്യം മറ്റാരും അറിയരുത്, ആൽബർട്ട് പോലും. റോസിയെ ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? അരവിന്ദൻ ചോദിച്ചു. തീർച്ചയായും, അവൾ പറഞ്ഞു. അവളുടെ മുഖഭാവത്തിൽ നിന്നും ആ പറഞ്ഞതിൻ്റെ ആത്മാർത്ഥത അവൻ തിരിച്ചറിഞ്ഞു. സണ്ണി, നമ്മുടെ മുന്നോട്ടുള്ള ചുവടുവെപ്പ് മറ്റാരും അറിയരുത്. യഥാർത്ഥ പ്രതി നമ്മൾ സീതമ്മയുടെ പിന്നാലെയാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അവളെ വകവരുത്താൻ ശ്രമിക്കും. എങ്കിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റും. അങ്ങനെ ഉണ്ടാവാതെ നോക്കണം. നിങ്ങളോടും കൂടിയാ ഞാൻ പറയുന്നത്. റോസി പോയതിനു ശേഷം അരവിന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു. ആ താടിക്കാരനെ കൂടി നമ്മൾ കണ്ടെത്തണം. അയാൾ ആരാണ്, എന്താണ് ലക്ഷ്യം എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് അയാളെ കൊണ്ട് പ്രയോജനമുണ്ടാവും. പക്ഷെ എങ്ങനെ? സണ്ണി അരവിന്ദനെ നോക്കി. വഴിയുണ്ടാവും സണ്ണി. അവൻ നമ്മുടെ ശത്രുവല്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമ്മുടെ പാതയിലേക്ക് വരാതിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? സണ്ണി സൂക്ഷിക്കണം. പിന്നെ റോസി പറഞ്ഞ ജെസി ആൻറ്റിയെ സണ്ണിക്ക് അറിയാമല്ലോ. നമുക്ക് ഇപ്പം തന്നെ കൂരാച്ചുണ്ടിന് പോയി ജെസി ആൻറ്റിയെ കാണണം. സീതമ്മയെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ അവിടെ ചെന്നാൽ ആ വിവരം കുര്യാച്ചൻ അറിയും. അതിനെന്താ ഒരു പോംവഴി? വഴിയൊക്കെയുണ്ട്. സണ്ണി വീട് കാണിച്ചു തന്നാൽ മതി. ബാക്കിയൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ശരി,
എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. എങ്കിൽ പുറപ്പെടാം. അരവിന്ദനും സണ്ണിയും എണീറ്റു. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ അരവിന്ദനും സണ്ണിയും കൂരാച്ചുണ്ടിലെത്തി. അരവിന്ദൻ കയറി ചെല്ലുമ്പോൾ മുറ്റത്ത് 2 ചെറിയ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. മക്കളെ, ജോസഫ് സാറിൻ്റെ വീടല്ലേ ഇത്? അതെ. സാറുണ്ടോ? ഇല്ല. ജസ് ചേച്ചിയോ? വല്യമ്മച്ചിയുണ്ട്, വിളിക്കാം. കുട്ടികൾ അകത്തേക്ക് ഓടി. ഒരു കണക്കിന് സാറില്ലാത്തത് നന്നായെന്ന് അരവിന്ദന് തോന്നി. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ മധ്യവയസ്കയും സുന്ദരിയുമായ സ്ത്രീ ഇറങ്ങി വന്നു. നൈറ്റിയായിരുന്നു അവരുടെ വേഷം. തലയിൽ അങ്ങിങ്ങ് പ്രായം വെള്ളിയേഴകൾ നെയ്തിരിക്കുന്നു. സാറിനെ കാണാനാണെങ്കിൽ സാറ് ഇവിടെ ഇല്ല, അങ്ങാടിയിലിട്ട് പോയതാ. ജെസ്സി ചേച്ചി, ഞാൻ തന്നെ. ആരാ? എവിടുന്നാ? എൻ്റെ പേര് അരവിന്ദൻ, ക്രൈംബ്രാഞ്ച് SP-യാ. എന്താ സാറേ? ഉദ്യോഗത്തോടെ ജെസ്സി ചോദിച്ചു. ഇവിടെ കുറച്ചുനാൾ മുമ്പ് ഒരു വേലക്കാരി ഉണ്ടായിരുന്നില്ലേ, സീതമ്മ? ഉവ്. അവളിപ്പോൾ ഇവിടെയുണ്ടോ? ഇല്ലല്ലോ സാറേ, അവൾ ഇവിടുന്ന് പോയിട്ട് 4 വർഷത്തോളമായി. എന്താ സാറേ പ്രശ്നം? അവൾ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അവളുടെ വീട് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അന്വേഷണത്തിൽ സീതമ്മ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് അവളുടെ വീട് അറിയാതെ വരില്ലല്ലോ, അതാ ഇങ്ങോട്ട് വന്നത്. അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. സാറേ, അകത്തോട്ടിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും? താങ്ക്സ്, ഒന്നും വേണ്ട. സാറേ, അവൾ എൻ്റെ ആങ്ങളയുടെ വീട്ടിലായിരുന്നു വേലയ്ക്ക് നിന്നത്. നാത്തൂൻ്റെ മരണശേഷം അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുകയായിരുന്നു. അതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ദുർമരണം നടന്ന വീട്ടിൽ താമസിക്കാൻ അവൾക്ക് പേടിയാണെന്ന്. എന്നിട്ട് ഇവിടെ 4-5 വർഷത്തോളം നിന്നു. പക്ഷെ എപ്പോഴും ഭയങ്കര പേടിയായിരുന്നു. ആദ്യം ഞങ്ങളതത്ര കാര്യമായി എടുത്തില്ല. എന്നാൽ ക്രമേണ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക, പിച്ചും പേയും പറയുക, ആരാണ്ട് കൊല്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുക, ഇതൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു മാനസിക രോഗ വിദഗ്ധനെ കാണിച്ചു. അയാൾ പറഞ്ഞത് ഒരുതരം മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. അങ്ങനെ അവർ തന്നെ സഹോദരനെ കത്തയച്ച് വരുത്തി. സഹോദരൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിടുകയും ചെയ്തു. ജെസ്സി പറഞ്ഞത് കേട്ട് അരവിന്ദൻ ഞെട്ടിപ്പോയി. തങ്ങൾ പാടുപെട്ടത് മുഴുവൻ വെറുതെയായോ? അവളുടെ വീട് എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാമോ? ഇല്ല സാറേ, കണ്ണൂർ ജില്ലയിൽ എവിടെയോ ആണെന്ന് അറിയാം. അവളുടെ വീട്ടിൽ നിന്ന് അയച്ച കത്തുകൾ വല്ലതും? ഒന്നുമില്ല സാറേ. അവളുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് പോയപ്പോൾ കൊടുത്തു വിട്ടു. ചേച്ചിയുടെ ആങ്ങള എവിടെയാ താമസം? നെല്ലിപ്പൊയിൽ. പേര്? കുര്യാച്ചൻ. അപ്പോൾ സീതമ്മയുടെ വീട് കുര്യാച്ചന് അറിയാമായിരിക്കും അല്ലേ? അതെനിക്ക് അറിയത്തില്ല സാറേ. പക്ഷേ അവൾ അവിടെ കൊണ്ടുവന്ന് ജോലിക്കാക്കി കൊടുത്തത് ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. പോലീസ് ഇൻസ്പെക്ടറോ? അരവിന്ദൻ്റെ നെറ്റി ചുളിഞ്ഞു. അതെ, ശേഖരൻ തമ്പി. അത് കേട്ട് അരവിന്ദൻ പകച്ചുപോയി. സണ്ണി, സീതമ്മയെ കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ വിചാരിച്ച അത്ര എളുപ്പമല്ല. തിരിച്ചു വന്ന അരവിന്ദൻ പറഞ്ഞു. അതെന്താ സാറേ, ജെസ്സി ആൻറ്റിയെ കണ്ടില്ലേ? ജെസ്സി ആൻറ്റിയെ കണ്ടു. പക്ഷേ സീതമ്മ അവിടെ നിന്ന് പോയിട്ട് 4-5 വർഷം കഴിഞ്ഞു. അവളുടെ വീട് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവളിപ്പോൾ ഏതെങ്കിലും മാനസിക രോഗാശുപത്രിയിലായിരിക്കും. റോസിയുടെ മമ്മിയുടെ മരണത്തിന് ശേഷമാണ് സീതമ്മയ്ക്ക് മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയതെന്നാണ് ജെസ്സി ആൻറ്റിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനർത്ഥം നമ്മൾ സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലാണെന്നാണ്. എങ്ങനെ? മനസ്സിലാകാതെ സണ്ണി അരവിന്ദനെ നോക്കി. റീതാമ്മയുടെ കൊലപാതകം സീതമ്മ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ സ്ട്രോക്കിലാണ് അവളുടെ മാനസിക നിലയ്ക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. താൻ പറഞ്ഞത് സത്യമല്ലേ എന്ന മട്ടിൽ അരവിന്ദൻ സണ്ണിയെ നോക്കി ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സീതമ്മയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും സാറേ? അല്പം നിരാശയോടെ സണ്ണി പറഞ്ഞു. അവളെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും പ്രയോജനമില്ലെങ്കിലോ സണ്ണി? അതായത് പഴയതൊന്നും ഓർമ്മിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലോ? മനസ്സിൻ്റെ സമനില തെറ്റിയാൽ അങ്ങനെയും സംഭവിക്കാമല്ലോ. നമുക്കറിയേണ്ട കാര്യങ്ങൾ 8 വർഷം മുമ്പുള്ളതാണ് താനും. നമ്മുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞു സാറേ. നിരാശപ്പെടാതിരിക്കുക. മേടയിലുള്ള ആർക്കെങ്കിലും സീതമ്മയെ പറ്റി അറിയാതെ വരില്ല. ആ വഴിക്കും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി ജെസ്സി ആൻറ്റി പറഞ്ഞു. സീതമ്മയെ മേടയിൽ ജോലിക്ക് കൊണ്ടുവന്നാക്കിയത് ശേഖരൻ തമ്പിയാണെന്ന്. CI ശേഖരൻ തമ്പിയോ? അതെ. അന്ന് കുര്യാച്ചനും അയാളുമായി നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. അപ്പോൾ ശേഖരൻ തമ്പിയോട് ചോദിച്ചാൽ അറിയാം അല്ലേ സാറേ? പക്ഷേ ശേഖരൻ തമ്പിയോട് നേരിട്ട് ചോദിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലല്ലോ സണ്ണി. പോകാം.
ഇവിടെ നിന്നതുകൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. അരവിന്ദൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് മറ്റു ചിലതാണ് സണ്ണി. യഥാർത്ഥ പ്രതി സീതമ്മയെ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചതാണെങ്കിലോ? അപ്പോൾ ജെസി ആൻറ്റി പറഞ്ഞത് മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചതുകൊണ്ട് അവളെ സഹോദരൻ്റെ കൂടെ പറഞ്ഞു വിട്ടെന്ന് മാത്രമേ ജെസി ആൻറ്റിക്ക് അറിയൂ. അത് യഥാർത്ഥ സഹോദരനാണോ എന്ന് നമുക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞതിന് സാധ്യത കാണുന്നില്ലേ? അത് ശരിയാണെന്ന അർത്ഥത്തിൽ സണ്ണി തലകുലുക്കി. യാത്രയിലുടനീളം അവൻ നിശബ്ദനായിരുന്നു. സണ്ണി വിഷമിക്കാതെ. ഒരു വഴി അടഞ്ഞാൽ 9 എണ്ണം തുറക്കുമെന്നല്ലേ പറയുന്നത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇന്ന് വൈകിട്ട് മേടയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയട്ടെ. രാത്രിയായപ്പോഴാണ് സണ്ണിയും അരവിന്ദനും നെല്ലിപ്പൊയിലിൽ തിരിച്ചെത്തിയത്. സണ്ണിയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടണോ? വേണ്ട സാറേ, ഞാൻ മറിയതേട്ടനോടൊപ്പം പോയിക്കോളാം. ബൈക്കിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് സണ്ണി പറഞ്ഞു. അരവിന്ദൻ ബൈക്ക് തിരിച്ച് മേടയിലേക്ക് വിട്ടു. അവിടെ ആൽബർട്ടും ജോയിക്കുട്ടിയും സംസാരിച്ചിരിക്കുകയായിരുന്നു. കയറി വാ സാറേ. സാറിനെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ആൽബർട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടാളും ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ എന്തിനാ സണ്ണിയുമായി കമ്പനി കൂടുന്നതെന്ന് അറിയണ്ടേ? അവൻ്റെ മുമ്പോട്ടുള്ള നീക്കങ്ങൾ മണത്തറിയാൻ. അരവിന്ദൻ മധ്യ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടു. അവൻ ജോയിക്കുട്ടിയുടെ മമ്മി മരിച്ചെന്ന് ഇവിടെ വേലയ്ക്ക് നിന്നിരുന്ന സീതമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുക. ഗ്ലാസ് ചുണ്ടോട് ചേർത്തുകൊണ്ട് അരവിന്ദൻ ജോയിക്കുട്ടിയും ആൽബർട്ടിനെയും മാറി മാറി നോക്കി. ആൽബർട്ടിൻ്റെ മുഖത്തൊരു ഞെട്ടൽ മിന്നി മറയുന്നത് അരവിന്ദൻ കണ്ടു. അതെന്തിനാ അവൻ സീതമ്മയെ അന്വേഷിച്ച് നടക്കുന്നത്? ജോയിക്കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ജോയിക്കുട്ടി, അവൻ നിരപരാധിയാണെന്നാണല്ലോ അവൻ പറയുന്നത്. മമ്മി മരിച്ചെന്ന് സീതമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് പുഷ്പം പോലെ തെളിയിക്കാം. അതുതന്നെ കാര്യം. ആൽബർട്ടിൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അരവിന്ദൻ വിസ്കി സിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് സീതമ്മയെ കണ്ടുപിടിച്ചോ? അതുവരെ മിണ്ടാതിരുന്ന ആൽബർട്ട് ചോദിച്ചു. അതല്ലേ രസം. സീതമ്മ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സണ്ണി ഇന്നല്ലെങ്കിൽ നാളെ അവളെ കണ്ടുപിടിക്കും, അതുറപ്പാ. അരവിന്ദൻ കാലിയായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, മദ്യലഹരി തലയ്ക്ക് ബാധിച്ച ജോയിക്കുട്ടി പറഞ്ഞു. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും അല്ലേ ഡോക്ടറെ? അരവിന്ദൻ ഒന്ന് ചിരിച്ചു. നമ്മുടെ ശേഖരൻ തമ്പിക്ക് അറിയാം സീതമ്മ എവിടെയുണ്ടെന്ന്. അയാളാണല്ലോ അവളെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡോക്ടറെ? അതെ, ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്ന ആൽബർട്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ മദ്യലഹരി ബാധിച്ചത് അരവിന്ദൻ കണ്ടു. ഡോക്ടറെ, സീത ഇപ്പോൾ ജീവനോടുണ്ടോ? പിന്നില്ലാതെ. അവളെ ഞാൻ രഹസ്യമായി പാർപ്പിച്ചിരിക്കുക. ആൽബർട്ട് പറഞ്ഞു കഴിഞ്ഞതും പറയാൻ പാടില്ലാത്തത് പറഞ്ഞതുപോലെ നാവ് കടിച്ചുപോയി. ഡോക്ടർ പേടിക്കണ്ട, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. അവൾ എവിടെയുണ്ട്? ഇനി അവളെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആപത്താ. അരവിന്ദൻ ഡോക്ടറെ നോക്കി. അരവിന്ദൻ സാറേ, അവളെ പണ്ടേ തീർക്കേണ്ടതായിരുന്നു. എനിക്ക് അവളെ കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. അതെനിക്ക് അറിഞ്ഞുകൂടെ ഡോക്ടറെ? ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ഡോക്ടർ ചെയ്യില്ലെന്ന്. എന്നിട്ട് അവളിപ്പോൾ എവിടെയുണ്ട്? അവളെ ഞാനൊരു കന്യാസ്ത്രീ മഠത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഏത് കോൺവെൻറ്റിലാ സീതമ്മ? തൃശ്ശൂർ സെൻറ് മേരീസ് കോൺവെൻറ്റിൽ. അവിടുത്തെ മദർ എൻ്റെ സഹോദരിയാണ്. ഓഹോ, ഡോക്ടർ അവളെ കാണാൻ പോകാറുണ്ടോ? ഇപ്പോൾ കുറച്ചു കാലമായി അങ്ങോട്ട് പോകാനൊന്നും സമയം കിട്ടുന്നില്ല. സീതമ്മയ്ക്ക് മാനസിക രോഗം വന്നെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതായിരുന്നോ? അല്ല, 6-7 മാസക്കാലം കുതിരവട്ടത്ത് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഡോക്ടർക്ക് എന്താ ഇവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ശേഖരനാണ് അവളെ വച്ചുകൊണ്ടിരുന്നത്. അയാൾ മുഖാന്തരമാണ് ഞാൻ സീതമ്മയെ പരിചയപ്പെട്ടത്. പിന്നെ അവളെ മറക്കാൻ എനിക്കും കഴിഞ്ഞില്ലെന്നതാണ് സത്യം. റോസിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതോടുകൂടി അവളെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ അവളെ വേലയ്ക്ക് നിർത്തിയത്. ഇവിടെ ആകുമ്പോൾ എനിക്ക് അവളെ സൗകര്യം പോലെ കാണാം, സംസാരിക്കാം. അപ്പോൾ ഡോക്ടറും ശേഖരനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ? അതെ. സീതമ്മ കോൺവെൻറ്റിലാണെന്ന കാര്യം ശേഖരനും അറിയാം അല്ലേ? അറിയാം. ഡോക്ടറുടെ സഹോദരിയുടെ പേരെന്താണ്? ആഗ്നസ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഡോക്ടറെ, റീതാമ്മയെ കൊന്നത് ആരാ? ഡോക്ടറോ ശേഖരനോ? എന്തൊക്കെയാണോ താൻ പുലമ്പുന്നത്? കള്ളു കുടിച്ചാൽ വയറ്റി കിടക്കണം. ആൽബർട്ട് ദേഷ്യപ്പെട്ട് എണീറ്റു.
ഞാനൊരു തമാശ പറഞ്ഞതല്ലേ സാറേ, അതിന് സാർ ഇത്ര ചൂടാകേണ്ട കാര്യമുണ്ടോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ, രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ്. അരവിന്ദൻ ബൈക്ക് നേരെ സണ്ണിയുടെ വീട്ടിലേക്ക് വിട്ടു. അരവിന്ദൻ ചെല്ലുമ്പോൾ വറീദേട്ടനും ആഞ്ചലിയും സണ്ണിയുടെ വീട്ടിലുണ്ടായിരുന്നു. അരവിന്ദനെ കണ്ടതും സണ്ണി അമ്പരന്നു. എന്താ സാറേ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല സണ്ണി, പക്ഷെ നമ്മൾ ജയിച്ചു. സന്തോഷത്തോടെ അരവിന്ദൻ സണ്ണിയെ ചേർത്ത് പിടിച്ചു. ദൈവം നമ്മുടെ കൂടെയാടോ സണ്ണി. സീതമ്മ എവിടെയുണ്ടെന്ന് മനസ്സിലായി. ഒറ്റ ശ്വാസത്തിൽ അരവിന്ദൻ പറഞ്ഞു. എവിടെയാ സാറേ അവള്? ആകാംക്ഷയോടെ സണ്ണി അരവിന്ദനെ നോക്കി. ഒപ്പം 3 ജോഡി കണ്ണുകളും. തൃശ്ശൂർ സെന്റ് മേരീസ് കോൺവെന്റിലുണ്ട്. സാറിന് എങ്ങനെ കിട്ടി ഈ വിവരം? ആൽബർട്ടിന്റെ വായിന്ന് തന്നെ വീണു. സണ്ണി, അവര് സീതമ്മയെ വകവരുത്തും മുമ്പ് നമുക്ക് അവളെ കാണണം. വെളുപ്പിന് തന്നെ പുറപ്പെടണം. വൈകിയാൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും. എൻ്റെ മാതാവേ, സത്യം തെളിയുന്നത് വരെ സീതമ്മയെ കാത്തോളണമേ. ആഞ്ചല ഉറക്കെ പ്രാർത്ഥിച്ചു. സണ്ണി, റീതാമ്മയെ കൊന്നത് ശേഖരൻ തമ്പിയോ ആൽബർട്ടോ ആണ്, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന മറ്റൊരാൾ. എനിക്കത് ഉറപ്പാണ്. സണ്ണി, നമുക്കൊരു ടാക്സി വിളിച്ചു പോകാം. സോഡ സാബുവിൻ്റെ കാർ ഏർപ്പാട് ചെയ്തു. രാവിലെ ഇതുവഴി വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അരവിന്ദൻ തിരിച്ചു ചെന്ന് ബൈക്കിൽ കയറി. അത് രാത്രിയുടെ നെഞ്ചിലൂടെ പാഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ല വറീദേട്ടാ, ദൈവം എൻ്റെ കൂടെയാണെന്ന്. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് അങ്ങേരുടെ കൂടെ ആവശ്യമാ. സണ്ണി ചിരിച്ചുകൊണ്ട് ആഞ്ചലയെ നോക്കി. പിന്നെ ഇവളുടെ പ്രാർത്ഥന. പിറ്റേന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും അവർ സെന്റ് മേരീസ് കോൺവെന്റിൽ ചരൽ നിറച്ച മുറ്റത്ത് കാർ നിർത്തിയിറങ്ങി. അവർ വരാന്തയിലേക്ക് കയറി. അത് കണ്ടുകൊണ്ട് ഒരു കന്യാസ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു. ആരെ കാണാനാ? ഞങ്ങൾക്ക് മദർ ആഗ്നസിനെ ഒന്ന് കാണണം. കുറച്ച് ദൂരത്തു നിന്ന് വരിക. അരവിന്ദൻ പറഞ്ഞു. നിങ്ങളെവിടെ ഇരിക്കൂ, ഞാൻ ചെന്ന് ചോദിച്ചു വരാം. സിസ്റ്റർ അവരെ സന്ദർശകർക്കുള്ള മുറിയിൽ കൊണ്ടുചെന്നിരുത്തി. സണ്ണി സന്ത്രാസത്തോടെ ഇരുന്നു. അവൻ്റെ ഹൃദയം പെരുമ്പറ മുഴക്കുകയായിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ സിസ്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മദർ വിളിക്കുന്നു, വരൂ. അവർ സിസ്റ്ററിനോടൊപ്പം മദറിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഇരിക്കൂ, മദർ ആഗ്നസ് പറഞ്ഞു. അരവിന്ദനും സണ്ണിയും മദറിന് അഭിമുഖമായിട്ടുള്ള കസേരകളിലിരുന്നു. ആരാ? എവിടുന്നാ? മദർ, ഞാൻ ജോൺസൺ, ഒരു അഡ്വക്കേറ്റാണ്. ഇത് എൻ്റെ സുഹൃത്ത് സുകുമാരൻ. ഞങ്ങൾ ഡോക്ടർ ആൽബർട്ടിൻ്റെ സുഹൃത്തുക്കളാണ്. അരവിന്ദൻ സംസാരിച്ചു. ഓ, ആൽബി, അവന് സുഖമല്ലേ? സഹോദരൻ്റെ പേര് കേട്ടതും മദർ കുറച്ച് വാചാലയായി. അതെ, ആൽബർട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മദറിനെ കാണാൻ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് മദറിൻ്റെ സഹായം വേണം. എൻ്റെ എന്ത് സഹായമാണ് വേണ്ടത്? ഇവിടെ സീതമ്മ എന്ന പേരുള്ള ഒരു സെർവൻ്റ് ഇല്ലേ? ആൽബർട്ടാണല്ലോ അവൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതെ. മദർ ഉദ്യോഗത്തോടെ അരവിന്ദനെ നോക്കി. സീതമ്മയെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പഴയൊരു കേസിൻ്റെ ദൃക്സാക്ഷിയാണ് അവൾ. അതിനെന്താ, വിളിക്കാമല്ലോ. സിസ്റ്റർ. മദർ ഉറക്കെ വിളിച്ചതും ഒരു സിസ്റ്റർ കടന്നു വന്നു. നമ്മുടെ സീതമ്മയോട് ഇവർക്ക് എന്തോ സംസാരിക്കാനുണ്ട്, അവളെ വിളിക്കൂ. സിസ്റ്റർ പോയി 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. മെലിഞ്ഞ് എല്ലും തോലുമായൊരു പേക്കോലം. ആൽബർട്ട് സീതമ്മയെ കാണാൻ വരാത്തതിൻ്റെ കാരണം ഒറ്റ നോട്ടത്തിൽ അരവിന്ദന് മനസ്സിലായി. ഇവർക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് മദർ പറഞ്ഞു. മദറിൻ്റെ അനുമതിയോടെ അരവിന്ദനും സണ്ണിയും സീതമ്മയെ സന്ദർശകർക്കുള്ള മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മറ്റാരുമില്ലായിരുന്നു. സീതമ്മ ഇരിക്കൂ, അരവിന്ദൻ പറഞ്ഞു. സാറന്മാര് പോലീസാണോ? പരിഭ്രമത്തോടെ സീതമ്മ ചോദിച്ചു. സീതമ്മ എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? കുറ്റം ചെയ്തവരല്ലേ പേടിക്കേണ്ടത്. ഇയാളെ സീതമ്മയ്ക്ക് മനസ്സിലായോ? സണ്ണിയെ ചൂണ്ടിക്കൊണ്ട് അരവിന്ദൻ ചോദിച്ചു. ഇല്ലെന്നർത്ഥത്തിൽ അവൾ തലകുലുക്കി. ഇവനാണ് ചിത്തിമറ്റ സണ്ണി, മേടയിൽ കുര്യാച്ചൻ്റെ ഭാര്യ റീതാമ്മയെ കൊന്ന കുറ്റത്തിന് ജയിലിൽ പോയ സണ്ണി. അരവിന്ദൻ പറഞ്ഞത് കേട്ട് തലയിൽ പാമ്പ് കുത്തിയതുപോലെ സീതമ്മ വിറച്ചുപോയി. പക്ഷേ സണ്ണിയല്ല കൊല ചെയ്തതെന്ന് ഞങ്ങൾക്കും അറിയാം, സീതമ്മയ്ക്കും അറിയാം, അല്ലേ? എനിക്കൊന്നും അറിയത്തില്ല സാറേ, സീതമ്മ ഞെട്ടലോടെ പറഞ്ഞു. പിന്നെ സീതമ്മയാണോ കൊന്നത്? അയ്യോ, ഞാനല്ല സാറേ. പിന്നെ ആരാണ്? സീതമ്മയുടെ മുഖം പറയുന്നുണ്ടല്ലോ സീതമ്മയ്ക്ക് സത്യമെല്ലാം അറിയാമെന്ന്. തെളിവുകളെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. ഇനി സത്യം പറയുന്നതായിരിക്കും സീതമ്മയ്ക്ക് നല്ലത്. ഇല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയി സത്യം പറയിപ്പിക്കും. ഏതാ വേണ്ടതെന്ന് സീതമ്മ തന്നെ തീരുമാനിക്കുക.
അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ഞാൻ എല്ലാം പറയാം സാറേ. സീതമ്മയുടെ ഓർമ്മ 8 വർഷം പിന്നിലേക്ക് പറന്നു. തീ പിടിച്ച മനസ്സുമായി സണ്ണി സീതമ്മയെ നോക്കി. 8 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച സണ്ണിയോട് റോസ്മേരി ബംഗ്ലാവിൽ വരണമെന്ന് പറഞ്ഞ ദിവസം. മേടയിൽ കുര്യച്ചൻ്റെ സഹോദരി ജെസിയുടെ മകളുടെ കല്യാണമായിരുന്നു അന്ന്. കൂടരഞ്ഞി പള്ളിയിൽ വെച്ചാണ് കല്യാണം. രാവിലെ മുതൽ റീതാമയ്ക്ക് ശക്തിയായ തലവേദന തുടങ്ങി. മൈഗ്രെയിൻ അസുഖമുണ്ട് റീതാമയ്ക്ക്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസമെങ്കിലും നീണ്ടു നിൽക്കും. ഇടയ്ക്ക് ഛർദിയും ഉണ്ടാവും. റോസിമോളെ, നീയും ഡാഡിയുടെ കൂടെ ചെല്ല്. നമ്മൾ രണ്ടാളും പോകാതിരുന്ന എങ്ങനാടി? മോശമല്ലേ? റീതാമ്മ പറഞ്ഞു. മമ്മി, ഞാൻ പോകുന്നില്ല. എനിക്ക് കുറേ അധികം പഠിക്കാനുണ്ട്. സണ്ണിച്ചൻ വരുമല്ലോ എന്ന് റോസി ഓർത്തു. അത് പറഞ്ഞാ പറ്റില്ല മോളെ, നീ പോകണം. ആൻറ്റിയോട് എൻ്റെ ക്ഷമാപണം പറയുകയും വേണം. എടി, സൂസിമോള് നിന്റെ പ്രായമാ. നിങ്ങൾ കളിക്കൂട്ടുകാരെ പോലെ അല്ലായിരുന്നോ? നീ ചെന്നില്ലെങ്കിൽ അവൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും. വേഗം റെഡിയാവും. ഡാഡി ഇപ്പോൾ പോകാൻ തയ്യാറായി വിളിച്ചുകൊണ്ട് വരും. നീ കുന്ത പോലെ നിൽക്കുന്നത് കണ്ട അതിനാകും വഴക്ക്. മനസ്സോടെ റോസി അകത്തേക്ക് പോയി. അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. സീതമ്മേ, ഞാനും ഡാഡിയുടെ കൂടെ പോവുക. സണ്ണിച്ചൻ വന്നാ നീ മമ്മി കാണാതെ സണ്ണിച്ചനോട് നാളെ രാവിലെ പള്ളിയിൽ വരാൻ പറയണം. മറക്കരുത്. ഇല്ല റോസി കുഞ്ഞെ, തേങ്ങ ചിരവുകയായിരുന്ന സീതമ്മ പറഞ്ഞു. എന്നാൽ ഞാൻ പോയിട്ട് വരാം. കുരിയാച്ചനും റോസിയും കാറിൽ കയറി പോകുന്നത് കണ്ടുകൊണ്ട് റീതാമ്മ അടുക്കളയിലേക്ക് ചെന്നു. സീതേ, തീരെ വയ്യ. ഞാൻ മുകളിൽ കാണും. കുറച്ചു നേരം കിടന്ന അല്പം ആശ്വാസം കിട്ടും. ശരി കൊച്ചമ്മേ. റീതാമ്മ മുകളിലേക്ക് പോയി. അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞപ്പോൾ സീതമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ ഹോസ് പൈപ്പ് എടുത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഡോക്ടർ ആൽബർട്ടിന്റെ ബൈക്ക് മുറ്റത്ത് വന്നു നിന്നത്. അവളെ കണ്ടതും ആൽബർട്ടിന്റെ കണ്ണുകൾ വിടർന്നു. അയാൾ ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ സമീപത്തേക്ക് ചെന്നു. നീ അങ്ങ് സുന്ദരിയായി വരികയാണല്ലോടി. എവിടുന്നാ റേഷൻ മേടിക്കുന്നേ? സീതമ്മയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ആൽബർട്ട് ശൃംഗരിക്കാൻ ചെന്നു. അയ്യോ സാറേ, കൊച്ചമ്മ മുകളിലുണ്ട്. ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവൾ പറഞ്ഞു. അപ്പോ എല്ലാവരും പോകുമെന്ന് പറഞ്ഞിട്ട്? കൊച്ചമ്മയ്ക്ക് ഭയങ്കര തലവേദന, മുകളിൽ കിടപ്പുണ്ട്. ശോ, നാശം. എത്ര ദിവസമായി ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? സാറ് പോയിട്ട് പിന്നെ വാ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. നിനക്കിവിടെ ജോലി വാങ്ങിച്ചു തന്നത് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇതുപോലെ വന്ന് കാണാനും. പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഈ സാറ്. അവൾ നാണത്തോടെ കീഴോട്ട് നോക്കി. സീതേ, നമുക്ക് നിന്റെ മുറിയിലോട്ട് പോവാം. കൊച്ചമ്മ മുകളിൽ ഉറക്കമായിരിക്കും. ആരും അറിയില്ലെന്നേ. നീ വാടി പെണ്ണെ. ആൽബർട്ട് സീതയുടെ കയ്യിൽ പിടിച്ചു. സാറേ, ഞാൻ പോയി കൊച്ചമ്മ ഉറക്കമാണെന്ന് നോക്കിയിട്ട് വരാം. സീതമ്മ ശബ്ദമുണ്ടാക്കാതെ മുകളിൽ പോയി നോക്കി. മച്ചിൽ ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുന്നു. താഴെ ബെഡിൽ റീതാമ്മ കൂർക്കം വലിച്ചുറങ്ങുന്നു. സീതമ്മയ്ക്ക് സമാധാനമായി. അവൾ വാതിൽ ചാരി താഴേക്ക് ചെന്നു. അവിടെ അക്ഷമയോടെ ആൽബർട്ട് നിൽപ്പുണ്ടായിരുന്നു. കൊച്ചമ്മ നല്ല ഉറക്കമാ. അത് തന്നെയാ ഞാനും പറഞ്ഞ്. സമയം കളയാനില്ല, നീ വാ. ആൽബർട്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വാതിൽ ചാരി. പട്ടിണി കിടന്നവൻ മുന്നിൽ ആഹാരം കണ്ട ആർത്തിയോടെ ആൽബർട്ട് സീതമ്മയെ വാരിപ്പുണർന്ന് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. വികാരം ചരട് പൊട്ടിയ പട്ടം പോലെ പറന്നു. എടി അസത്തെ! ഇടിവെട്ടും പോലുള്ള ശബ്ദം കേട്ട് ആൽബർട്ടും സീതമ്മയും ഞെട്ടി എണീറ്റു. വാതിൽക്കൽ ഭദ്രകാളിയെ പോലെ കാലി തുള്ളി റീതാമ്മ. നീയോ? ആൽബർട്ടിനെ കണ്ട് അമ്പരപ്പോടെ റീതാമ്മ ചോദിച്ചു. ആന്റി, ഞാൻ അറിയാതെ. അയാളൊന്ന് പതറി. ഇറങ്ങണ വെളി, ഓണം കെട്ട നാറി. എന്റെ മോളുടെ ഭർത്താവാൻ പോകുന്ന നിന്റെ യോഗ്യത എനിക്ക് മനസ്സിലായി. കടക്ക് പുറത്ത്, ഇല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. എല്ലാവരും അറിയട്ടെ നിന്റെ മാന്യത. തന്റെ അഭിമാനത്തിന്റെ പുറന്തോട് ഊരി വീഴാൻ പോകുന്നത് കണ്ട് ആൽബർട്ട് ഞെട്ടിപ്പോയി. റോസിയെ കിട്ടിയില്ലെങ്കിൽ ഈ സ്വത്തുക്കൾ കൈവിട്ടു പോകും. അത് പാടില്ല. ഇനി ഒരൊറ്റ വഴിയേ തന്റെ മുമ്പിലുള്ളൂ. പാഴാക്കാൻ സമയമില്ല. ഇവൾ ഇനി ശബ്ദിക്കരുത്. ഒരു ഉറച്ച തീരുമാനമെടുത്ത ആൽബർട്ട് ചുറ്റും പരതി. ജനൽപ്പടിയിൽ കടാര ഇരിക്കുന്നത് കണ്ടു. ഒറ്റച്ചാട്ടത്തിന് ആൽബർട്ട് കടാര കൈക്കലാക്കി. അവൻ എന്താണ് ഭാവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് റീതാമ്മയുടെ അടിവയറ്റിൽ കടാര പിടിവരെ തുളഞ്ഞു കയറി. അയ്യോ മക്കളെ! നിലവിളിച്ചുകൊണ്ട് ഓടാനാഞ്ഞ റീതാമ്മ കാല് തടഞ്ഞ് സ്വീകരണ മുറിയിലെ സോഫയിലേക്ക് വീണു. ആ ശരീരം ഒന്ന് പിടഞ്ഞു.
പിന്നെ നിശ്ചലമായി. സീതമ്മ കരയാൻ തുറന്ന വായ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. വേഗം വാതിലടച്ചിട്ട് വാ, പരിഭ്രാന്തിയോടെ ആൽബർട്ട് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ടുമില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, മനസ്സിലായോ? അവൾ തലകുലുക്കി. എങ്കിൽ നീ വേഗം അങ്ങാടിയിലേക്ക് പൊക്കോ. ആര് ചോദിച്ചാലും നീ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, നീയും കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഇതിരിക്കട്ടെ. ആൽബർട്ട് പോക്കറ്റിൽ നിന്നും 5000 രൂപ എടുത്തു കൊടുത്തു. ഇപ്പോ ഇത് എൻ്റെ കയ്യിലുള്ളൂ. നീ സൂക്ഷിക്കണം. ഞാൻ പോട്ടെ. നീ വേഗം അങ്ങാടിയിലേക്ക് പൊക്കോ. ആൽബർട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പരിസരത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബൈക്കിൽ കയറി ഓടിച്ചുപോയി. സീതമ്മ നേരെ അങ്ങാടിയിലേക്കും. ഇതൊന്നും അറിയാതെ റോസിയെ തേടി ബംഗ്ലാവിലെത്തിയ സണ്ണി റീതാമ്മയുടെ കൊലയാളിയായി. സീതമ്മ പറഞ്ഞു കഴിഞ്ഞ് കിതപ്പോടെ അരവിന്ദിനെയും സണ്ണിയെയും മാറി മാറി നോക്കി. സണ്ണിയുടെ ഞരമ്പുകൾ ത്രസിച്ചു നിൽക്കുകയായിരുന്നു. സണ്ണി, അരവിന്ദൻ വിളിച്ചു. പേക്കിനാവിൽ എന്ന പോലെ സണ്ണി ഞെട്ടി. സാറേ, ആൽബർട്ട്, അവൻ... ശോഭത്താൽ പറഞ്ഞു വന്നത് സണ്ണിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ സണ്ണി, ഇന്നലെ അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ അവനറിയാതെ റീതാമ്മ മരിക്കില്ലെന്ന്. അരവിന്ദൻ തൻ്റെ കയ്യിലിരുന്ന മിനി ടേപ്പ് റെക്കോർഡർ ഓഫാക്കി. എന്നിട്ട് സീതമ്മയോട് പറഞ്ഞു, നീ പറഞ്ഞത് മുഴുവൻ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, നീ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? അവൾ തലകുലുക്കി. സാറേ, എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട്. എൻ്റെ അച്ചായനെ കൊന്നത് ആരാണെന്ന് ഇവൾക്കറിയാം. അന്ന് ബംഗ്ലാവിൽ കുര്യാച്ചനും ജോയ്ക്കുട്ടിക്കും ഒപ്പം ഇവളും കുഞ്ഞച്ചനും ഉണ്ടായിരുന്നു. ആരാടി പാപ്പച്ചിയെ കൊന്നത്? പറ. അരവിന്ദൻ ടേപ്പിൻ്റെ കട്ടയിൽ വിരലമർത്തി. അന്ന് ബംഗ്ലാവിൽ വന്ന പാപ്പച്ചി ചേട്ടനും ജോയ്ക്കുട്ടിയും തമ്മിൽ കട തല്ലിപ്പൊളിച്ചതിനെ കുറിച്ച് പറഞ്ഞ് വാക്കേറ്റമുണ്ടായി. ജോയ്ക്കുട്ടിയെ അടിക്കാൻ ചെന്ന പാപ്പച്ചി ചേട്ടനെ കുഞ്ഞച്ചൻ ആഞ്ഞു തൊഴിച്ചു. മദ്യലഹരിയിലായിരുന്ന പാപ്പച്ചി ചേട്ടൻ തെറിച്ച് ഭിത്തിയിൽ തലയിടിച്ചു വീണു. പിന്നെ അനങ്ങിയില്ല. മരിച്ചുവെന്ന് കരുതി കുര്യച്ചൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞച്ചനും ജോയ്ക്കുട്ടിയും ചേർന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി. പക്ഷേ പാപ്പച്ചി ചേട്ടൻ മരിച്ചിട്ടില്ലായിരുന്നു. അവർ കെട്ടിത്തൂക്കി കഴിഞ്ഞപ്പോഴാണ് ജീവൻ പോയത്. തിരിച്ചു വന്ന ജോയ്ക്കുട്ടിയും കുഞ്ഞച്ചനും പറയുന്നത് ഞാൻ കേട്ടതാ സാറേ. അത് കേട്ട് സണ്ണി ഞെട്ടിപ്പോയി. പാവം എൻ്റെ അച്ചായി, ഞാൻ കാരണം. അവൻ്റെ തൊണ്ടയിടറി, കണ്ണ് നിറഞ്ഞു. സാരമില്ല സണ്ണി, നമുക്ക് ഈ തെളിവുകൾ ധാരാളം. പോകാം, മദറിനോട് പറഞ്ഞിട്ട് വരാം. അരവിന്ദനും സണ്ണിയും മദറിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ലെങ്കിൽ സീതമ്മയെ ഇനി ആരും ജീവനോടെ കാണില്ല, അരവിന്ദൻ സണ്ണിയോട് പറഞ്ഞു. കുടിച്ച് ലക്ക് കേട്ടപ്പോൾ സത്യം വിളിച്ച് പറഞ്ഞതാണെങ്കിലും നേരം വെളുക്കുമ്പോൾ ആൽബർട്ട് താൻ പറഞ്ഞതിനെക്കുറിച്ച് ബോധവാനാകും. ഉടൻ തന്നെ തൃശ്ശൂരിന് വിളിക്കും. അപ്പോൾ നമ്മൾ ചെന്നതും സീതമ്മയെ കണ്ട് സംസാരിച്ചതും മദർ പറയും. പിന്നെ അവൻ സ്വയരക്ഷയ്ക്ക് സീതമ്മയെ ഇല്ലാതാക്കും. ശേഖരനെ പോലെ ബുദ്ധിശാലിയായ ഒരു ഓഫീസർ കൂട്ടിനുണ്ടെങ്കിൽ എല്ലാം വളരെ നിഷ്പ്രയാസം സാധിക്കും. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് സണ്ണിക്ക് തോന്നി. സത്യം തെളിയണം, അത് കഴിഞ്ഞ് മരിച്ചാലും വേണ്ടില്ല സാറേ. അങ്ങനെ പറയരുത് സണ്ണി. റോസിയുടെ കുഞ്ഞിൻ്റെ ഗതി എന്താകും? സണ്ണിയെ മാത്രം സ്വപ്നം കൊണ്ട് നടക്കുന്ന ആഞ്ചലയുടെ അവസ്ഥ എന്താകും? പിന്നെ അനാഥയായ ഡേസി ചേച്ചി, ഇവരെക്കുറിച്ചൊന്നും സണ്ണി എന്താ ഓർക്കാത്തത്? എല്ലാവരെ കുറിച്ചിട്ട് ഓർത്തിട്ട് തന്നെയാ സാറേ ഞാൻ പറഞ്ഞത്. എൻ്റെ നേരെ കാർക്കിച്ച് തുപ്പിയവരുടെ മുമ്പിലൂടെ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. ചെയ്യാത്ത കുറ്റത്തിന് 8 കൊല്ലം ഞാൻ അനുഭവിച്ച പീഡനങ്ങളും നിന്ദകളും ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ആ ചെകുത്താൻ കാരണം എന്തൊക്കെ ദുർവിധികൾ നേരിടേണ്ടി വന്നു. എൻ്റെ കുടുംബം, ജീവിതം, ആയുസ് എല്ലാം പാഴായിപ്പോയില്ലേ. ഇനി അതൊക്കെ ഓർത്ത് വെറുതെ സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം? ആൽബർട്ടിനെ നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കണം. സത്യം ലോകം അറിയണം. പക്ഷേ സണ്ണി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. താനല്ല യഥാർത്ഥ കൊലയാളി എന്നറിയുമ്പോൾ റോസിയുടെ പ്രതികരണം എന്തായിരിക്കും? അവൻ ചിന്തിച്ചത് അതാണ്. സണ്ണിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് അരവിന്ദൻ മടങ്ങിയത്. പോകുന്നതിന് മുമ്പ് അരവിന്ദൻ പറഞ്ഞു, സണ്ണി, ഈ ടേപ്പ് റെക്കോർഡർ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സണ്ണി മറുത്തൊന്നും പറഞ്ഞില്ല. സണ്ണി അപ്പോൾ ആലോചിച്ചത് റോസിയെക്കുറിച്ചാണ്. ഇന്ന് തിരുവമ്പാടിക്ക് പോകണം. റോസിയോട് വിവരങ്ങൾ പറയണം. മോളെ കാണണം. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയാണ്. മോളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇത്രയും നാളും ക്ഷമിച്ചു നിന്നത്. ഇനി വയ്യ. തീരുമാനമുണ്ടായപ്പോൾ സണ്ണി പെട്ടെന്ന് പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് തയ്യാറായി. നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ സണ്ണിച്ച?
ഡെയ്സി ചോദിച്ചു. താമരശ്ശേരിക്ക് പോകണം. ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ എല്ലാ ദിവസവും സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന. ശേഖരൻ സാറിന്റെ ഔദാര്യം കൊണ്ടത് ആഴ്ചയിൽ ഒന്നായി കിട്ടി. സണ്ണി മീൻമുട്ടി കവലയിൽ എത്തിയപ്പോൾ ബസ് വന്നു. താമരശ്ശേരി വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സായിരുന്നു. സണ്ണി ബസ്സിൽ കയറി. സണ്ണി ഓർത്തത് ആൽബർട്ടിനെ കുറിച്ചാണ്. ഒരു കൊല നടത്തിയിട്ട് അവൻ എത്ര വിദഗ്ധമായിട്ടാണ് ഒളിച്ചു വച്ചത്. മാന്യതയുടെ മുഖംമൂണി അണിഞ്ഞുകൊണ്ട് തന്നെ കുറ്റവാളിയാക്കി. തൻ്റെ സഹോദരിയുടെ മാനം കവർന്നെടുക്കാൻ പങ്കുചേർന്നു. ചെയ്യാത്ത തെറ്റിന് താൻ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അവൻ ദന്തഗോപുരങ്ങളിൽ വിലസുകയായിരുന്നു. ഓർത്തപ്പോൾ സണ്ണിയുടെ ഞരമ്പുകൾക്ക് തീ പിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് മടങ്ങി വന്ന സണ്ണി ഓട്ടോ വിളിച്ചാണ് ആൽബർട്ടിന്റെ വീട്ടിലേക്ക് പോയത്. മനസ്സിൽ ആൽബർട്ടിനെ നേരിടാനുള്ള കരുത്ത് സംഭരിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഡെൽനമോളായിരുന്നു. ഒരു നിമിഷം സണ്ണിയുടെ സിരകൾ കുളിർത്തു. തൻ്റെ പൊന്നുമോൾ. അവൻ കൊതി തീരാത്ത പോലെ മോളെ നോക്കി. പഴയ റോസിയുടെ ഒരു കൊച്ചു പതിപ്പ്. അതേ കണ്ണ്, അതേ മൂക്ക്, ചിരി, നുണക്കുഴികൾ, ഒരു മാറ്റവുമില്ല. ആരാ? ഡെൽനമോൾ ചോദിച്ചു. പപ്പയെ കാണാമെന്ന പേഷ്യൻസ് ആണെങ്കിൽ പപ്പ ഇവിടെ ഇല്ല. എനിക്ക് പപ്പയല്ല മോളെയാ കാണേണ്ടത്. എന്നെയോ? എന്തിനാ അങ്കിൾ? അവൾ കൗതുകത്തോടെ സണ്ണിയെ നോക്കി. അങ്കിൾ എന്ന്. സണ്ണിയുടെ നെഞ്ചിലൊരു നീറ്റൽ. പപ്പ എന്നൊരു വിളി കേൾക്കാൻ അവൻ്റെ മനസ്സ് ദാഹിച്ചു. പക്ഷേ ഇപ്പോൾ വേണ്ട, സമയമായിട്ടില്ല. അവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. മോക്ക് അങ്കിൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? സണ്ണി കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ മോൾക്ക് കൊടുത്തു. അവൾ ഒന്നും മടിച്ചു. പിന്നെ പറഞ്ഞു, പരിചയമില്ലാത്തവർ തരുന്ന ഒരു സാധനവും വാങ്ങിക്കരുതെന്ന മമ്മി പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പരിചയക്കാരായില്ലേ മോളെ, ഇനി വാങ്ങിച്ചൂടെ? അതിപ്പോഴുള്ള പരിചയമല്ല അങ്കിളെ, നേരത്തെ നമ്മൾ കണ്ടിട്ട് പോലുമില്ലല്ലോ. നീ ഒരു കൊച്ചു കാന്താരിയാ അല്ലേ? സണ്ണി ചിരിച്ചു. ആരാ മോളെ? റോസി ഇറങ്ങി വന്നു. സണ്ണിയെ കണ്ടതും അവൾ അമ്പരന്നു പോയി. പിന്നെ പുഞ്ചിരിച്ചു. സണ്ണിച്ചനോ? കയറി വാ. അപ്പോ മമ്മി ഈ അങ്കിളിനെ നേരത്തെ അറിയുമോ? സംശയത്തോടെ ഡെൽന ഇരുവരെയും മാറി മാറി നോക്കി. പിന്നില്ലേ, ഈ അങ്കിളും മമ്മിയും ഒന്നിച്ചു പഠിച്ചതാ. ദാ വാങ്ങിക്ക്. സണ്ണി കവർ നീട്ടി. മോൾ റോസിയെ നോക്കി. വാങ്ങിച്ചു മോളെ, മോക്ക് തരാൻ വേണ്ടി അങ്കിൾ കൊണ്ടുവന്നതല്ലേ. ഡെൽനമോൾ പാക്കറ്റ് വാങ്ങി. താങ്ക് യു അങ്കിൾ. അവൾ അതുമായി അകത്തേക്ക് ഓടിപ്പോയി. ആൽബർട്ട് എവിടെ? ഇന്നലെ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പതിവില്ലല്ലോ. സണ്ണിച്ചനിരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. റോസി അടുക്കളയിലേക്ക് പോയി. സണ്ണി കസേര വലിച്ചിട്ട് ഇരുന്നു. അവൻ സ്വീകരണ മുറിയിലേക്ക് എത്തി നോക്കി. ഡെൽനമോൾ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും കവറിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുകയാണ്. മോളെ. എന്താ അങ്കിളെ? അവൾ തലതിരിച്ച് സണ്ണിയെ നോക്കി. മോക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അങ്കിളാ കേട്ടോ. അവൾ പുഞ്ചിരിച്ചു. സണ്ണിച്ച. റോസി വിളിച്ചപ്പോൾ അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അവൾ കൊണ്ടുവന്ന ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കുമ്പോൾ സണ്ണിയുടെ കൈ അറിയാതെ വിറച്ചു. സണ്ണിച്ച, സീതമ്മയെ കണ്ടുപിടിച്ചോ? റോസിയുടെ ശബ്ദത്തിലെ ആകാംക്ഷ അവന് മനസ്സിലായി. കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, സത്യം മുഴുവൻ അറിയുകയും ചെയ്തു. ആരാ സണ്ണിച്ച എൻ്റെ മമ്മിയെ കൊന്നത്? പറ. റോസി ഉദ്യോഗത്തോടെ അവനെ നോക്കി. അവളുടെ നെഞ്ചിടിപ്പിൻ്റെ ശക്തി കൂടി. റോസി, ഞാൻ പറയുന്നത് കേട്ട് നീ ഞെട്ടരുത്. ആമുഖം എന്നോണം സണ്ണി പറഞ്ഞു. ഇല്ല സണ്ണിച്ച, എന്തു കേട്ടാലും ഇപ്പോൾ ഒരു തരം നിസ്സംഗതാവസ്ഥ മാത്രമേ ഉള്ളൂ. മനസ്സും ശരീരവും എന്നെ മരവിച്ചു പോയി. എന്താണെങ്കിലും പറഞ്ഞോളൂ. റോസി, നിന്റെ ഭർത്താവിൻ്റെ മഹത്വം അറിയണ്ടേ നിനക്ക്? അവനാണ് നിന്റെ മമ്മിയെ കൊന്നത്. ഇടിവെട്ടേറ്റതുപോലെ റോസി മലച്ചുപോയി. ഇത് സത്യമാണോ സണ്ണിച്ച? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റോസി ചോദിച്ചു. ഈ കാര്യത്തിൽ മാത്രം ഞാൻ എന്തിനു കള്ളം പറയണം? അവൻ സ്വയം നിന്ദയോടൊന്ന് ചിരിച്ചു. മറ്റാരായിരുന്നാലും അത് ആൽബർട്ട് ആകരുതേ എന്നാണ് ഈ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റോസി കിതയ്ക്കുന്നുണ്ടായിരുന്നു. നിന്റെയും നാട്ടുകാരുടെയും മുമ്പിൽ ചെത്തിമറ്റ സണ്ണി കൊലയാളിയായി. എല്ലാവരുടെയും മുമ്പിൽ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ അവഹേളനങ്ങൾ സഹിച്ച് നിരപരാധിയായ ഞാൻ. എനിക്ക് കിട്ടിയ മർദ്ദനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നിന്റെ ഡാഡി പോലീസുകാർക്ക് വാരി കോരിക്കൊടുത്തു. അതിൻ്റെ നന്ദി കാണിച്ചത് മുഴുവൻ എൻ്റെ ശരീരത്തിൽ. ഒടുവിൽ പോലീസ് എന്നെ തല്ലിക്കൊല്ലുമെന്ന് ഭയന്ന് എല്ലാം ഞാൻ ഏറ്റുപറഞ്ഞു.
ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാനുള്ള സന്മനസ് പോലും നീ ഉൾപ്പെടെ ആരും കാണിച്ചില്ല. ഒരു പുഴുത്ത പട്ടിയെപ്പോലെ നിങ്ങളെല്ലാം ചേർന്ന് എന്നെ അപമാനിച്ചു. അപ്പോഴൊക്കെ ആട്ടിൻ തോലിട്ട ചെന്നായ പോലെ ആൽബർട്ട് സമൂഹത്തിന്റെ മുന്നിൽ മാന്യത ചമഞ്ഞ് ഉല്ലസിക്കുകയായിരുന്നു. വികാര വിക്ഷോഭത്താൽ സണ്ണി വിറകൊണ്ടു. സീതമ്മയുടെ രഹസ്യക്കാരനായിരുന്നു നിന്റെ ഭർത്താവ്. വീട്ടിൽ ആരുമില്ലാതിരുന്ന അന്ന് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ആൽബർട്ട് സീതമ്മയെ കാണാൻ വന്നു. മമ്മിയുള്ളതൊന്നും അയാൾക്ക് പ്രശ്നമായിരുന്നില്ല. വേലക്കാരിയുടെ മുറിയിൽ നിന്നും ഭാവി മരുമകനെ ഒടുതുണിയില്ലാതെ നിന്റെ മമ്മി പിടികൂടി. സത്യം പുറത്തായാൽ നിന്നെ അവന് നഷ്ടപ്പെടും. നിന്നേക്കാൾ അവന് നഷ്ടപ്പെടുന്നത് നിന്റെ സ്വത്തുക്കളായിരുന്നു. നിന്റെ മമ്മിയെ ഇല്ലാതാക്കിയാൽ പിന്നെ തെളിവുകൾ ഉണ്ടാവില്ലല്ലോ. ആൽബർട്ട് മമ്മിയെ കൊല്ലുന്നതിന് സീതമ്മ സാക്ഷിയായിരുന്നു. കണ്ടതൊന്നും പുറത്തു പറയാതിരിക്കാൻ അവൾക്ക് പണം നൽകി. സത്യം തെളിഞ്ഞാൽ രണ്ടാളും കൊലമരത്തിൽ കയറുമെന്ന് ഭീഷണിപ്പെടുത്തി. സംഭവത്തിന് ശേഷം അവളെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച് ആൽബർട്ട് സ്ഥലം വിട്ടു. ഇതൊന്നും അറിയാതെ നിന്നെ കാണാൻ അവിടെ എത്തിയ എന്നെ കൊലയാളിയുമാക്കി. ശരീരം മൊത്തം തളർന്നതുപോലെ റോസി നിൽക്കുകയായിരുന്നു. താഴെ വീഴുമെന്ന് തോന്നിയപ്പോൾ അവൾ കസേരയിൽ മുറുകെ പിടിച്ചു. ഇതൊന്നും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പറഞ്ഞു വന്നപ്പോൾ ഞാൻ അല്പം ഇമോഷണലായിപ്പോയി. സാരമില്ല, ഒക്കെ മറന്നു കളഞ്ഞിക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുകയാണ് ഞാനിപ്പോൾ. റോസി, നിനക്കറിയാമോ, ആൽബർട്ട് സീതമ്മയെ രഹസ്യമായി സെൻറ് മേരീസ് കോൺവെൻറ്റിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ചേച്ചിയാണ് അവിടുത്തെ മദർ ആഗ്നസ്. റോസിക്കെല്ലാം ഓർമ്മ വന്നു. ഇടയ്ക്ക് തൃശ്ശൂരുള്ള സഹോദരിയെ കാണാൻ ആൽബർട്ട് പോകുന്നതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. എന്നോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് അവന് കൊടുക്കേണ്ട തിരിച്ചടി ഇഞ്ചിഞ്ചായിട്ടുള്ള മരണമാണ്. അതിനുള്ള തയ്യാറെടുപ്പോടെയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. നീ പ്രസവിച്ച ഡെന്നമോൾ എൻ്റെ സ്വന്തം ചോരയാണെന്ന് അറിഞ്ഞ നിമിഷം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഞാൻ തളർന്നുപോയി റോസി. എനിക്കെൻ്റെ പൊന്നുമോളെ വേണം. കഴിഞ്ഞതെല്ലാം മറക്കാൻ അവളെ നീ എനിക്ക് തരില്ലേ റോസി? സണ്ണിയുടെ തൊണ്ടയിടറി. എന്താ സണ്ണിച്ച ഇത്? മോള് കേൾക്കും. സണ്ണിച്ചനറിയാമോ, എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒന്നുറപ്പാണ്, സണ്ണിച്ചിൻ്റെ മോളെ സണ്ണിച്ചിന് തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ടി കുറച്ച് നാൾ കൂടി സണ്ണിച്ചൻ കാത്തിരുന്നേ പറ്റൂ. ദൃഢപ്രതിജ്ഞ പോലെ റോസി മന്ത്രിച്ചു. ഇനി സണ്ണിച്ചൻ പോയിക്കോളൂ. ആൽബർട്ട് ഏതു നിമിഷവും കയറി വരാം. നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ഞാൻ ആരുടെ കൂടെ നിൽക്കും സണ്ണിച്ച? സ്വന്തം ഭർത്താവിൻ്റെ കൂടെയോ, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിൻ്റെ പപ്പയുടെ കൂടെയോ? അതാ ഞാൻ പറഞ്ഞത്. എന്നെ ധർമ്മസങ്കടത്തിലാക്കാതെ സണ്ണിച്ചൻ പോയിക്കോളൂ. സണ്ണി ഡെല്ലമോളെ അടുത്ത് വിളിച്ചു. മോളെ, അങ്കിള് പോവുകട്ടോ. ഇനി എന്നാ അങ്കിള് വരിക? ഒരു ദിവസം വരാം. സണ്ണി റോഡിലേക്ക് ഇറങ്ങിയതും റോസി ഓടിപ്പോയി ബെഡിൽ വീണ് പൊട്ടിക്കരഞ്ഞു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. വീണ്ടും കാണാം.